ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ത്യൻ ടൂയുടെ ഒഫീഷ്യൽ ട്രില്ലർ വന്നിട്ടുണ്ട്. ഐ എം റിയലി എക്സൈറ്റഡ്. അതൊക്കെ മുന്നാടി ഈ പടത്തിലൊരു വലിയൊരു സംഭവമുണ്ട്. അതായത് 2020 ഈ പടത്തിൽ 3 പേര് മരിച്ചുപോയി. അതായത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് എന്തോ ഒരു സ്റ്റണ്ടിങ് സീക്വൻസ് എടുക്കാൻ നേരത്താണ് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചത്. അതിലൊരാൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, പിന്നെ 2 ക്രൂസ് ഉണ്ട്. അങ്ങനെ 3 പേരാണ് അങ്ങനെ മരിച്ചുപോയത്. അങ്ങനെ അതുകൊണ്ട് ഈ പടം എത്രയോ വർഷം, ഐ തിങ്ക് ഒരു ഓൾമോസ്റ്റ് 1 വർഷം 1.5 വർഷം അത്രയും സമയങ്ങൾ ഒരു ലോങ് ബ്രേക്ക് എടുത്തു ഈ പടത്തിന് വേണ്ടി. അങ്ങനെ ഈ മരിച്ച 3 പേർക്കും കമലഹാസനും ശങ്കറും കൂടെ അവരുടെ ഫണ്ടിൽ നിന്നും 4 കോടി രൂപ അവരുടെ ഫാമിലീസിന് കൊടുത്തായിരുന്നു. വളരെ നല്ല കാര്യമാണ്. അങ്ങനെ വളരെ കുറച്ച് ഇതിന് ചെയ്യാറുള്ളൂ. അങ്ങനെ ആ ഗ്യാപ്പിലാണ് കമലഹാസൻ വിക്രം അഭിനയിക്കാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ ഇന്ത്യൻ ടു അപ്പം ഇറങ്ങിയിട്ട് വിക്രം ഇപ്പം ഇറങ്ങേണ്ട സമയമായിരുന്നു. പക്ഷെ പിന്നെ വേറെ സംഭവമുണ്ട്. നമ്മുടെ നെടുമുടി വേണുചേട്ടൻ്റെ ഫൈനൽ ഫിലിമാണിത്. സോ ലെറ്റ് സി. പുള്ളിക്കാരൻ്റെ സിനിമ ഉണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം ഫസ്റ്റ്. படிப்புக்கு வேலை இல்ல, வேலைக்கு சம்பளம் இல்ல, கட்டுற டாக்ஸ் தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடவன் திருடிட்டு தான் இருக்க போறான். தப்பு செய்யவன் தப்பு செஞ்சுட்டு தான் இருப்பான். ஊரை பாசிட்டே சிஸ்டம் சரியில்லை. சரி பண்ணணும். வாய் வீடியோ பேசும். சரி சரி. ஒரு தூர் பக்கம் கிளிக் போடுது. You're just walking dogs. அதனால கட்டிட்டு இருக்கோம். எல்லாரும் கடிச்சு வர ஒரு ஹண்டிங் டாக் வரும். ஓ ஓ ஓ ஓ ஓ. யாரா இருக்கா? இருந்தார். Yes, Indian is back. എന്റെ അമ്മ ഒരുപടി പിടിച്ചേ. Name Senapati. Freedom fighter. സെറ്റ് ബീജിയം. അടിപൊളി സെറ്റ് സെറ്റ് സെറ്റ്. ബീജിയം സ്കോർ ഒരുപാട് കേട്ടോ. ഫസ്റ്റ് ബീജിയം പൊളി പൊളി പൊളി. അവർ തിരിഞ്ഞു വന്നു. ஒரு தப்பு செஞ்சா அதுக்கு இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரும். சூர்யா போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சூர்யா தவறக்கூடாது, பொய் சொல்லாது, திருடாது. நீங்க தானே சொல்லி தந்தீங்க. பணம் தப்பு இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது 2வது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். എന്റെ മോനെ സെറ്റ് സെറ്റ്. ஓடவும் முடியாது, ஒழியவும் முடியாது. டாமஞ்சேரி ஆட்டம் ஆரம்பிச்சிருச்சு. ട്രെയിലർ ലെവൽ സാധനം. ട്രെയിലർ ഇതിലെടുത്ത് പറയണം, അതിൻ്റെ VFX ഒക്കെ അടിപൊളി സെറ്റ് സാധനം. ഞാൻ ഞെട്ടിപ്പോയത് നെടുമുടി കാണിച്ചിട്ടുമ്പോൾ ഞെട്ടി. പിന്നെ SJ സൂര്യ ഉണ്ട് ഇതിനകത്തോട്ട്. മിക്കവാറും മെയിൻ വില്ലൻ SJ സൂര്യ ആണെന്നാണ് തോന്നുന്നത്. SJ സൂര്യ കമലഹാസൻ പോകുമ്പോൾ ഫസ്റ്റ് ടൈം പൊളിക്കും. പിന്നെ നെടുമുടി കാണിച്ചാൽ നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെയാണ്. പുള്ളിക്കാരൻ അവസാനം അഭിനയിച്ചാണ് എൻ്റെ വിശ്വാസം. പൊളി. പിന്നെ ഇതിലെടുത്തോടെ BGM സ്കോറൊക്കെ അടിപൊളി. അനിരുദ്ധനെ അങ്ങനെ ആരും മോശമായിട്ട് കാണരുത്. പടം ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് അറിയുന്നത്. BGM സ്കോറൊക്കെ അനിരുദ്ധ് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യും. പാട്ടിപ്പം 1-2 എങ്ങാണ്ട് ഞാൻ കേട്ടോളൂ. ആദ്യത്തെ പാട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് പാട്ട് ഓക്കെ, നൈസ് സോങ് ആയിരുന്നു. എനിവേ BGM സ്കോറൊക്കെ തകർക്കും. ഇനിയും പാട്ടുകളുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും അനിരുദ്ധ് ഇതിൽ തകർക്കും ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ 5 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. അൻപറിവ്,
പീറ്റർ ഹെയ്ൻ, സ്റ്റണ്ട് സിൽവ, പിന്നെ ഏതോ രണ്ടുപേരും കൂടെ ഉണ്ടാണ് എൻ്റെ വിശ്വാസം. ഒരു രക്ഷയില്ല. അൻവറും പീറ്റർ ഹെയ്നോട് ഒന്നിച്ചാൽ തന്നെ അതൊരു മാരക സംഭവമായിരിക്കും. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അൻവറുവേ ലെവൽ, പീറ്റർ ഹെയ്ൻ എന്ന് പറഞ്ഞത് ലെവലാണ്. ഒരു രക്ഷയില്ല. സ്റ്റൺ സീക്വൻസ് ഒക്കെ അടിപൊളി. പക്ഷെ എനിക്ക് ചില സീൻസൊക്കെ ആയിട്ടൊക്കെ ഒരു കമ്പാരിസൺ എനിക്ക് തോന്നി. പക്ഷെ എങ്കിലും പോലും പക്കാ സാധനം. ശങ്കറിൻ്റെ ഒരു കിടിലം കംബാക്ക് തന്നെ ആയിരിക്കും ഈ സിനിമ. കാരണം മുന്നത്തെ സിനിമ 2.0 ആണെന്ന് തോന്നുന്നു, അത് ഫ്ലോപ്പായി പോയി. പക്ഷേ ഇതൊരു വൺ കംബാക്ക് തന്നെ ആയിരിക്കും ഇന്ത്യൻ ടൂറിലൂടെ വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും, നമുക്ക് ഫൈനലായിട്ട് നമുക്ക് നെടുമുടി വേണുചേട്ടനെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആണ്. തിയേറ്ററിലൊക്കെ ആ ഒരു ഓറ നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും ആ ഒരു ഓറ കിട്ടും വേണുചേട്ടനെ നമ്മൾ ആ സ്ക്രീനിൽ കാണാൻ നേരത്ത്. എനിവേ നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ കാജൽ അഗർവാൾ ഉണ്ട്. കാജൽ അഗർവാൾ കാണിച്ചിട്ടില്ല, ലൈക്ക് കമൽഹാസൻ്റെ വൈഫായിട്ട്. ഇതിൻ്റെ മേക്കപ്പ് ഗ്രൂമിംഗ് ഒക്കെ ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവർ. പൊളി സാധനം, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. ലെറ്റ്സ് ഹോപ്പ് ഇതൊരു കിടിലം പടം ആവട്ടെ ആണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഒരു രക്ഷയില്ല, എനിക്ക് കാണാൻ ഭയങ്കര വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.